ഈയിടെയായിട്ട് ഈ അബോർഷൻ ചെയ്ത സോളുകൾ റിലീസിങ് പ്രോഗ്രാം നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതാണ്. ഈ ബാധ റിലീസിനെക്കാളും കൂടുതൽ ഈ അബോർഷൻ സോൾ റിലീസിങ് ആണ് നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്നത്. ഡെയിലി 2 3 വെച്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. മറ്റത് ഞാൻ ഒരെണ്ണം ചെയ്യുള്ളായിരുന്നു. അപ്പോൾ ആളുകളുടെ സംശയമുണ്ട്, ഈ സ്വമേധയാ പോകുന്ന കുട്ടികൾ, അതായത് സ്വമേധയാ ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും വല്ല ആക്സിഡൻറ്റിൽ പോകുന്ന അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു കുട്ടി അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ ഇന്നതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ അബോർഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ആക്സിഡൻ്റലി സംഭവിക്കുന്നത്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പോകുന്നൊരു പ്രവണതയാണല്ലോ വരുന്നത്, ആക്സിഡൻ്റാണല്ലോ. അപ്പോൾ ഇതേപോലെ ആ സോള് നമ്മളെ വിട്ടു പോകാത്തൊരവസ്ഥയിലേക്ക് എത്തും. അത് മാത്രമല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വീട്ടിലാരും ചെയ്തിട്ടില്ല, അബോർഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടിയൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളുടെ പാരൻസ്, മുകളിലുള്ള ആൾക്കാർ, അമ്മമാർ, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മ അബോർഷൻ ചെയ്തിട്ടുണ്ടാവും, അവരുടെ മുകളിൽ ചെയ്തിട്ടുണ്ടാവും. ഇത് സങ്കീർണമായ ടോപ്പിക്കാണ്. അത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വന്നിരുന്ന് നോക്കുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സോൾ ഇരിക്കണത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണത്, ഫോട്ടോ നോക്കിയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. അത് പറയും. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒത്തിരി കേസുകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സോൾ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബാധാ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടുപിടിച്ചിട്ട് ഒരു പൂജയോ കർമ്മങ്ങളോ ചെയ്താൽ ചിലപ്പോൾ ഇത് പോകണമെന്നില്ല. പിന്നെ ഒരു പ്രത്യേകമായ രീതിയിലാണ് അതിനെടുത്ത് മാറ്റുന്നത്. അപ്പം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ലൈഫിലൊരു നമുക്കൊരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള കാരണമല്ല, ഇത് കേൾക്കുന്ന ആളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ, ദയവ് ചെയ്ത് ഈ അബോർഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഈ കുട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് അതിനെ എന്താ പറയുക, മരണപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ദുരിതമാണ് ലൈഫിൽ കിട്ടാൻ പോണത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിങ്ങനൊരു ടെക്നോളജി ഉണ്ട്, മഹാകാളി ഹീലിംഗിൽ അങ്ങനെ എടുത്തു മാറ്റാനുള്ള ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ എടുത്ത് വന്നിട്ടുണ്ട്, അവർ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, അത് ഞാൻ വിശ്വസിക്കണില്ല. അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക.